കുഞ്ഞുങ്ങായി ആണ്. അങ്ങനെ വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഓഗസ്റ്റ് 5-ാം തീയതി രാത്രി പെയിൻ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി. 11:30 ആകുമ്പോഴായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. തൃക്കരിപ്പൂർ പ്രൈം ഹീലാണ് നമ്മുടെ ഹോസ്പിറ്റൽ. രാത്രിയോടെ അതിനകത്ത് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അർജുനൻ അപ്പം തന്നെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നിന്ന് എല്ലാ സപ്പോർട്ട് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് 3:19 ഞങ്ങളെ മോള് വന്നോട്ടെ ഈ ഭൂമിയിലേക്ക്. അർജുനനും ലേബർ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ ഡോക്ടർ ഷസ്നയായിരുന്നു. ഷസ്ന മാം എന്ന് വെച്ചാൽ ഭയങ്കര ഹെൽപ്പിങ്, അതായത് നമ്മൾ ഭയങ്കര സപ്പോർട്ടീവായിട്ട് എനിക്ക് പിന്നെ ഭയങ്കര കെയറിങ് ആയിട്ടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് പാതിരാത്രിക്ക് വിളിച്ചാൽ ഏത് ഡൗട്ടും നല്ല വൃത്തിയിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഡോക്ടറാണ് ഡോക്ടർ ഷസ്ന. പിന്നെ അർജുനൻ്റെ കസിൻ പൂജിയും, അവൾ ഇവിടെ ഡോക്ടർ തന്നെയായിരുന്നേ. പൂജിയും കയറിയിട്ടുണ്ടായിരുന്നു. പൂജിയും അർജുനനും ഡോക്ടറും പിന്നെ നമ്മുടെ ശൈലജ സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കിത് നല്ലൊരു ഹോംലി ഫീൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നല്ല സപ്പോർട്ടീവും കെയറിങ് ഒക്കെ ആയിരുന്നു. അർജുനനും എനിക്ക് എന്തായാലും ഇത് അർജുനൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ലേബർ റൂമിൽ കയറണം എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ കേട്ടോ ഇങ്ങനെ ലേബർ റൂമിൽ ഹസ്ബൻഡ്സിനെ കയറ്റൂല, പക്ഷെ ഇവിടെ കയറ്റും. അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എൻ്റെ വേദനകളും കാര്യങ്ങളൊക്കെ അർജുനൻ കണ്ടു. അർജുനനും അമ്മമാരൊക്കെ നമിച്ചു കേട്ടോ. പിന്നെ വാവേൻ്റെ പൊക്കിൾ കൂടി അർജുനൻ തന്നെയായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആഗ്രഹമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഡെലിവറിൻ്റെ ഇടയിൽ കുറേ കോമഡികളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടർ കുറേ എന്നെ ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അന്ന് തന്നെ നമ്മൾ അമ്മമ്മമാർ 3 വന്നിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര സന്തോഷമായി അവർ മോളെ കണ്ടതൊക്കെ. സത്യം പറഞ്ഞാൽ കുറേ മണിക്കൂർ പ്രസവവേദന സഹിക്കുന്നവരുണ്ട്. എനിക്കൊരു 4 മണിക്കൂറോളം മാത്രമേ സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം തന്നെ നമ്മുടെ മോള് വന്നു. ജീവിതത്തിൽ ഇത്രയും സന്തോഷം ഞാൻ അർജുനൻ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ ദിവസം, ഓഗസ്റ്റ് 6. അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല സൗകര്യമുള്ള നല്ലൊരു ഹോസ്പിറ്റലാണ്. അവിടുത്തെ സ്റ്റാഫാണെങ്കിലും എല്ലാവരും അതേപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ പീഡിയാട്രീഷ്യൻ നമ്മുടെ ഷസ്ന ഡോക്ടറിൻ്റെ അച്ഛൻ തന്നെയാണ്, ഡോക്ടർ കുഞ്ഞബ്ദുള്ള. സാറിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ളൊരു പീഡിയാട്രീഷ്യൻ തന്നെയാണ്. സാറിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ അതും നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഡോക്ടർ. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പോലെ ഇതാ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ അർജുനൻ ഫില്ല് ചെയ്യാന്ന്. പിതാവ് മാതാവ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മൾ അച്ഛനമ്മയൊക്കെ ആയി എന്നുള്ളൊരു തോന്നൽ. നോർമൽ ഡെലിവറി തന്നെ ആയതുകൊണ്ട് നമുക്ക് 3-ാമത്തെ ദിവസം തന്നെ ഡിസ്ചാർജ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാവ വെയിറ്റ് 2,900 ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് കല്യാണം വന്നു കേട്ടോ. കോളേജിൽ നിന്ന് നേരെ തന്നെ കല്യാണം എന്നിട്ട് നമ്മളെ കൂടെ തന്നെ അവൻ കോളേജിൽ കൊണ്ടുപോയ ഫുഡ് നമ്മളെ കൂടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാവേനെയും കൊണ്ട് വരാനുള്ളത് കൊണ്ട് അർജുനൻ കാറൊക്കെ വാഷ് ചെയ്തിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. സർവീസിനൊക്കെ കൊടുത്തൊന്ന് കുട്ടപ്പനാക്കി. അങ്ങനെ 8-ാം തീയതി ആയിരുന്നു നമ്മൾ ഡിസ്ചാർജ്. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഡിസ്ചാർജ് ആയി. അങ്ങനെ നമ്മൾ മോളെയും കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇതാണ് നമ്മളെ റൂം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ റിലേറ്റീവ്സ് എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം. അങ്ങനെ പെട്ടിയും സാധനമൊക്കെ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രൈം ഹീലിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ. പൂച്ചക്കാട് വീട്ടിലേക്കാണല്ലോ വരേണ്ടത്. ഇതാണ് കേട്ടോ നമ്മുടെ പ്രൈം ഹീൽ ഹോസ്പിറ്റൽ. തൃക്കരിപ്പൂർ തന്നെയാണ് വരുന്നത്. നല്ലൊരു ഹോസ്പിറ്റൽ, നല്ല സ്റ്റാഫും നല്ല ഡോക്ടറൊക്കെ ഉള്ള. ഇത് നേരെയുള്ള ഷക്കീറിൻ്റെ ചായക്കട. നമ്മൾ എപ്പോഴും വന്ന് ചായ കുടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. അങ്ങനെ ഇവിടെ തന്നെയായിരുന്നു നമ്മളിപ്പോഴും ചായയും പലഹാരമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ മോളെയും കൂട്ടിയിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ നടക്കുകയാണ്. നമ്മളങ്ങനെ കാറ് കയറി. കല്യാണം ഉണ്ടായിട്ടുണ്ടോ നമ്മളെ കൂടെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഓരോന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായിരുന്നു. ഇനി നമ്മളെ കൂടെ നമ്മളെ മോളും കൂടി ഉണ്ടാവും എന്നുള്ള കാര്യം. കുറേ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് ബേബി കെയറിലെത്തിയപ്പം അവിടുന്ന് ബേബി ഓൺ ബോർഡും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അജ്ഫാൻ്റെ കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങി. അങ്ങനെ നമ്മളെ പൂച്ചക്കാട് വീട്ടിലേക്ക് എത്താറായിട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. പ്രസവിച്ച അന്നാണ് ചക്കര കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചക്കര പിന്നെ കാണുന്നത് ഡിസ്ചാർജ് ചെയ്തിട്ട് 3-ാമത്തെ ദിവസമാണ്. ചക്കരയുടെ കയ്യിൽ കൊടുത്തു. ചക്കര ഇങ്ങനെ മോളെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാം അകത്ത് കയറി. പിന്നെ അർജുനൻ നമ്മുടെ ബംബോൺ ബോർഡ് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളെ ബേബി ഓൺ ബോർഡ് അതിലേക്ക് ഒട്ടിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ എടുക്കും ഓർക്കുമ്പോൾ അങ്ങനെ അത്ഭുതം തോന്നി. നമ്മൾ അച്ഛനായി അമ്മയായി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ കല്യാണം ഉണ്ടായതുകൊണ്ട് കല്യാണം നടത്തിയതും ക്ലീൻ ചെയ്തതും ഒക്കെ. അങ്ങനെ ഇവിടെ തൊട്ട് തുടങ്ങിയാണ് നമ്മുടെ മോളുമായിട്ടുള്ള കഥ.